ഹായ് ഓൾ, വി ആർ ലേണേഴ്സിന്റെ കേരള PSC പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കേരള PSCയുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് വി ആർ ലേണേഴ്സിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്കഴിഞ്ഞ 10th പ്രിലിംസ് പരീക്ഷയിലെ ക്വസ്റ്റ്യൻ നമ്പർ 053/2022 എമ്മിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ക്ലാസിന്റെ PDF നോട്ട്സ് ഞങ്ങളുടെ ടെലഗ്രാം പേജിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. വരെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? ആൻസർ 1946 ഡിസംബർ 9. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചാണ് ഈ സമ്മേളനം നടന്നത്. പങ്കെടുത്തവർ 207 പേരാണ്. അതിലെ വനിതകൾ 9 പേര്. അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. താൽക്കാലിക അധ്യക്ഷനായിട്ടാണ് നിയമിച്ചത്. അപ്പോൾ നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണ്? 1946 ഡിസംബർ 6. ഡിസംബർ 6-നാണ് രൂപം കൊണ്ടത്. അതിന്റെ ആദ്യ യോഗം ചേർന്നത് ഡിസംബർ 9. ഓർത്തു വച്ചേക്കണം, ഡിസംബർ 6-ന് രൂപം കൊണ്ടു. ഫസ്റ്റ് യോഗം ചേർന്നത് ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി ആയിരുന്നു. അപ്പോ ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പൊ ഉറപ്പായിട്ടും എന്ത് വേണം? ഒരു പെർമനന്റ് അധ്യക്ഷൻ വേണം. അപ്പൊ പെർമനന്റ് അധ്യക്ഷനെ തിരഞ്ഞെടുത്തത് എന്തായിരുന്നു? 1946 ഡിസംബർ 11. ആരെയാണ് തിരഞ്ഞെടുത്തത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. ഇനി ഡിസംബർ 13 1946 ഡിസംബർ 13-ന്റെ പ്രത്യേകത എന്താണ്? ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13-നാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഭരണഘടനയുടെ അനുച്ഛേദം 21A-യിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ഓപ്ഷൻ, 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവും ആയി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. 4-ാമത്തെ ഓപ്ഷൻ, വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4-ന് നിലവിൽ വന്നു. അപ്പൊ ഇപ്പോഴത്തെ PSC ട്രെൻഡിലുള്ള ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? നമുക്ക് ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റൂ. അപ്പൊ നമുക്ക് നോക്കാം. ഭരണഘടനയുടെ അനുച്ഛേദം, ആദ്യത്തെ ഓപ്ഷൻ നോക്കുകയാണ്. ആർട്ടിക്കിൾ 21A-യിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ശരിയാണ്. 86-ാം ഭരണഘടനാ ഭേദഗതി 2002 ആർട്ടിക്കിൾ 21A-യിലാണ് എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? വിദ്യാഭ്യാസ അവകാശ നിയമത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉള്ള വിദ്യാഭ്യാസം എന്ത് കൊടുക്കുകയാണ്? സൗജന്യവുമാണ് നിർബന്ധിതവുമാക്കി മാറ്റി. 86-ാം ഭേദഗതിയിലൂടെ മാറ്റി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് മൂന്നും എന്താണ്? ശരിയാണ്. 4-ാമത്തെ ഓപ്ഷൻ, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴായിരുന്നു? വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് 4-നാണ്. പക്ഷെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ ശരി ഏതാണ്? ആൻസർ B ആണ്. പ്രസ്താവന 1, 2, 3 ഇതാണ് ശരിയായ ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി മലാല യൂസഫ് സായ്. അപ്പൊ കൈലാസ് സത്യാർത്ഥിക്കൊപ്പം 2014 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ കുട്ടിയാണ്, 17കാരിയാണ് മലാല യൂസഫ് സായ്. वो कैलाश सत्यार्थी बचपन बचावो ആന്തോളൻ ആ സംഘടനയുടെയൊക്കെ പ്രശസ്തനായ പ്രവർത്തകനാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ആന്ധ്രാപ്രദേശ്. അപ്പൊ നമുക്ക് ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നായിരുന്നു? 1947 ജൂലൈ 22-നാണ്. ദേശീയ പതാകയുടെ ആകൃതി എന്താണ്? ദീർഘചതുരാകൃതിയാണ് ആകൃതി. നീളവും വീതിയും തമ്മിലുള്ള അംശം എന്നത് എന്താണ്? 3:2. നീളം കൂടുതലാണ്, 3:2 എന്നുള്ള അംശബന്ധത്താണ് നീളവും വീതിയും തമ്മിൽ ഉള്ളത്. ഇനി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ പതാക നിയമം ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എപ്പോഴായിരുന്നു? 2002 ജനുവരി 26. 2002 ജനുവരി 26-നാണ് ഫ്ലാഗ് കോഡ് അല്ലെങ്കിൽ ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? 42ാം ഭേദഗതി. അപ്പൊ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കിയത് 42ാം ഭേദഗതി 1976-ലാണ് നടന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏത് ഭേദഗതിയാണ്? ഈ 42ാം ഭേദഗതിയാണ്. ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്നു. 42ാം ഭേദഗതിക്കായി ശുപാർശ ചെയ്ത കമ്മിറ്റിയായിരുന്നു സ്വരൺ സിംഗ് കമ്മിറ്റി. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളായിരുന്നു സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. മൗലിക കടമകൾ ഏതിലാണ് ഉൾപ്പെടുന്നത്? ഏത് ഭാഗത്തിനാണ്? ഭാഗം 4A. ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A എന്താണ് പറയുന്നത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി ഭരണഘടന നിഷ്കർഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക. ഇവിടെ PSC ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അരയാൽ എന്നാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. അത് ഓർത്ത് വെച്ചേക്കുക. ഓപ്ഷനിൽ ഇനി അരയാലാണ് വരുന്നതെങ്കിൽ അത് തന്നെ എഴുതുക. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൽ. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക എന്താണ് അറിയപ്പെടുന്നത്? ത്രിവർണ പതാകയാണ്. ഈ ത്രിവർണ പതാകയെ എപ്പോഴാണ് ഭരണഘടന അംഗീകരിച്ചത്? 1947 ജൂലൈ 22-നാണ് അംഗീകരിച്ചത്. ദേശീയ മുദ്ര എന്താണ്? സിംഹമുദ്ര. അംഗീകരിച്ചത് 1950 ജനുവരി 26. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ ഗാനമാണ് ജനഗണമന. അംഗീകരിച്ചത് അതേ ദിവസം തന്നെയാണ്, 1950 ജനുവരി 24. ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് 1950 ജനുവരി 24. നമ്മുടെ ദേശീയ കലണ്ടറിന്റെ പേരെന്താ? ശകവർഷ കലണ്ടർ. 1957 മാർച്ച് 22-നാണ് ശകവർഷ കലണ്ടർ അംഗീകരിച്ചത്. ദേശീയ ഭാഷ എന്താണ്? ഹിന്ദി. ദേശീയ ഭാഷ ഹിന്ദി. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? വന്ദേ മാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ബങ്കിംചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠം
1882 പബ്ലിഷ് ചെയ്തത്. ആനന്ദപടത്തിന്റെ പ്രമേയം, ആനന്ദപടം എന്ന നോവലിലെ പ്രമേയം എന്ന് പറയുന്നത് സന്യാസി ഫക്കീർ കലാപമാണ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ആനന്ദമഠത്തിന്റെ പ്രമേയം സന്യാസി ഫക്കീർ കലാപമാണ്. ഇനി വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതമാണ്. ദേശീയ ഗീതം എപ്പോഴാണ് അംഗീകരിച്ചത്? 1950 ജനുവരി 24 അംഗീകരിച്ചത്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ദേശ് രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വന്ദേ മാതരം രചിക്കപ്പെട്ട ഭാഷ ബംഗാളി. ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയിലും ബായുണ്ട്, ബംഗാളിയിലും ബായുണ്ട്. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ബംഗാളി ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടിട്ടുള്ളത്. വന്ദേ മാതരം ആലപിക്കാൻ എത്ര സമയം ആവശ്യമാണ്? 65 സെക്കൻഡ് ആണ് വന്ദേ മാതരം ആലപിക്കാനായിട്ടുള്ള സമയം. ജനഗണമന ആലപിക്കാൻ എത്ര സമയം ആവശ്യമാണ്? 52 സെക്കൻഡ് വേണം. ജനഗണമനയുടെ ഷോർട്ട് രൂപം, ഹ്രസ്വ രൂപം ആലപിക്കാൻ എത്ര സമയം വേണം? 20 സെക്കൻഡ് സമയം ആവശ്യമാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1896 ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 17 ആണ് അയിത്ത നിർമാർജനം. ഈ മതസ്വാതന്ത്ര്യത്തിനുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ളതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനുള്ള അനുച്ഛേദം. അപ്പോൾ ആർട്ടിക്കിൾ 14 എന്താണ്? നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവുമാണ് ആർട്ടിക്കിൾ 14. അപ്പോൾ ആർട്ടിക്കിൾ 15 പറയുന്നത് മതം, ജാതി, വർഗം, ജന്മസ്ഥലം ഇവയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു വേർതിരിവും ഒരു വിവേചനവും കാണിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 17 ആണ് അയിത്ത നിർമാർജനം. അസ്പൃശ്യത നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളും ഏത് തന്നെയാണ്? ആർട്ടിക്കിൾ 17. അൺടച്ചബിലിറ്റി, അയിത്ത നിർമാർജനം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 18 ആണ് ബഹുമതികൾ നിർത്തലാക്കൽ. ഇനി ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അതിൽ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഇവിടുത്തെ ഓപ്ഷൻ ആണ്. അത് 19 1A അതിൽ വരുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്ന് വെച്ചാൽ ആർട്ടിക്കിളൊന്നും കൊണ്ടല്ല എന്ത് രൂപം കൊണ്ടിട്ടുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടിട്ടുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് 1993 ഒക്ടോബർ 12. ഇതിന്റെ ആസ്ഥാനം മാനവാധികാർ ഭവൻ, ന്യൂഡൽഹിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തിയും ആര് തന്നെയാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രസന്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? അരുൺകുമാർ മിശ്ര. ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ മുമ്പാണ്. ഇവർക്ക് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്ക് തന്നെയാണ്? പ്രസിഡന്റിനാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരമാണ് പ്രസിഡന്റ് നീക്കം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആര്? ചട്ടമ്പി സ്വാമികൾ. നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ചട്ടമ്പി സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. തിരുവനന്തപുരത്ത് കല്ല് വീട്ടിൽ വെച്ച് പട്ടി സദ്യ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് കോട്ടിങ്സ് ആണ്, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമി. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമി. അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ശിഷ്യനാണ് ബോധേശ്വരൻ. ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനം എഴുതിയതാരാണ്? ബോധേശ്വരനാണ്. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് വിവരിച്ചു കൊടുത്തതും ആരാണ്? ചട്ടമ്പി സ്വാമിയാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് അഭിപ്രായപ്പെട്ടത്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് അഭിപ്രായപ്പെട്ടത്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് എന്ന് ചട്ടമ്പി സ്വാമി ആരെയാണ് വിശേഷിപ്പിച്ചത്? സ്വാമി വിവേകാനന്ദനെയാണ് ചട്ടമ്പി സ്വാമി വിശേഷിപ്പിച്ചത്. അപ്പൊ ചട്ടമ്പി സ്വാമിയുടെ വിശേഷണങ്ങളാണ് അടുത്ത് പറയുന്നത്. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമിയാണ്. ഇങ്ങനെ ഷൺമുഖദാസൻ എന്ന് ചട്ടമ്പി സ്വാമിയെ വിളിച്ചതാരാണ്? തൈക്കാടയ്യയാണ് അങ്ങനെ വിളിച്ചത്. സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്നുണ്ട്. സർവവിദ്യാധിരാജ എന്ന പേര് നൽകിയതാരാണ്? എട്ടര യോഗമാണ് സർവവിദ്യാധിരാജ എന്ന് ചട്ടമ്പി സ്വാമിയെ വിളിച്ചത്. ശ്രീ ഭട്ടാരകൻ, ശ്രീപാല ഭട്ടാരകൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ചട്ടമ്പി സ്വാമികളുടെ ഏത് കൃതിയെ കുറിച്ചാണ് വിവേകാനന്ദൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പന്മന, കൊല്ലം. അപ്പൊ ചട്ടമ്പി സ്വാമിയുടെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് നോക്കാം. ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൃതികളാണ് ഞാൻ പറയുന്നത്. അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ, ജീവകാരുണ്യ നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ക്രിസ്തുമത നിരൂപണം. അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് ഫേമസ് ആയിട്ട് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി എന്നറിയപ്പെടുന്നത് പ്രാചീന മലയാളത്തെയാണ്. പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം. ഇനി രണ്ടാമത്തെ പ്രിലിംസ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ചട്ടമ്പി സ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദര സ്വാമികളുടെ തമിഴ് കൃതിയാണ് നിജാനന്ദ വിലാസം. നിജാനന്ദ വിലാസം എഴുതിയത് ആരാണ് എന്നാണ് ചോദിച്ചത്. ചട്ടമ്പി സ്വാമികളാണ് നിജാനന്ദ വിലാസം എന്ന കൃതി എഴുതിയത്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ടുള്ള ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ഖണ്ഡിക്കുക, അത് എന്താണ്, എതിർക്കുക, ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ ഖണ്ഡിച്ചുകൊണ്ട് എഴുതിയ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം.
അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം. അപ്പോ നവോത്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഒന്ന് നോക്കി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 32. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഉത്തരം അയ്യങ്കാളി. അപ്പോൾ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയായിരുന്നു. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി അറിയപ്പെടുന്നതും ആരെയാണ്? അയ്യങ്കാളിയാണ്. പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് എവിടെയായിരുന്നു? വെങ്ങാനൂരില് 1905. അധകൃത വിഭാഗത്തിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ വിദ്യാലയമായിരുന്നു വെങ്ങാനൂരിൽ 1905 അയ്യങ്കാളി സ്ഥാപിച്ച സ്കൂൾ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ SC വിഭാഗത്തിൽപ്പെട്ട ആളാണ് അയ്യങ്കാളി. അദ്ദേഹം അംഗമായത് 1911. അതുപോലെ നെടുമങ്ങാട് ചന്തലഹള 1912 കലാപത്തിന് നേതൃത്വം നൽകിയതാരായിരുന്നു? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം 1893 എന്തിനു വേണ്ടിയാണ് നടത്തിയത്? വെങ്ങാനൂരിൽ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് വില്ലുവണ്ടി സമരം നടത്തിയത്. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം എന്നറിയപ്പെടുന്നത്. 1893 വെങ്ങാനൂര് മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു വില്ലുവണ്ടി സമരം. ഇനി കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. പുലയ രാജാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിളിച്ചത് ആരായിരുന്നു? ഗാന്ധിജിയായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഇന്ദിരാ ഗാന്ധിയാണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരായിരുന്നു? അയ്യങ്കാളിയാണ്. 1915 കല്ലുമാല സമരം നടന്നത്. കല്ലുമാല സമരം നടന്ന സ്ഥലം എവിടെയാണ്? പെരിനാട് അല്ലെങ്കിൽ കൊല്ലമാണ്. അതുകൊണ്ട് കല്ലുമാല സമരം ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് പെരിനാട്ട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്ന പേരെന്താണ്? പാഞ്ചജന്യം. പാഞ്ചജന്യം വെങ്ങാനൂരിലാണ്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ഗാന്ധിജിയെ സന്ദർശിച്ച വർഷമാണ് 1937. 1937 അയ്യങ്കാളി ആരെ സന്ദർശിക്കുന്നത്? ഗാന്ധിജിയെ സന്ദർശിക്കുന്നത്. ഇനി അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് 1980. അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ആരായിരുന്നു? ഇസ്രാ ഡേവിഡ് ആണ്. ഓർത്തു വെച്ചേക്കണം, അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ഇസ്രാ ഡേവിഡ്. 2019 കേരള സർക്കാർ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ ഹാളാണ് BJT ഹാൾ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 33. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? ഇലക്ട്രിസിറ്റി സമരം നടന്നത് തൃശൂർ ജില്ലയിലാണ് നടന്നത്. അപ്പൊ തൃശൂരിൽ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ഷൺമുഖൻ ചെട്ടിക്ക് എതിരായി നടത്തിയ
പ്രക്ഷോഭമാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? വൈദ്യുതി പ്രക്ഷോഭം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സമരം എന്ന് അറിയപ്പെടുന്നത്. ഇത് നടന്നത് എപ്പോഴായിരുന്നു? 1936 നടന്നത്. കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമരമാണ് വൈദ്യുതി പ്രക്ഷോഭം. വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ AR മേനോൻ, ഇക്കണ്ട വാര്യർ, ഇയുണ്ണി. ഡോക്ടർ AR മേനോൻ, ഇക്കണ്ട വാര്യർ, ഇയുണ്ണി. നമ്മുടെ 1ാം കേരള നിയമസഭയിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു ഡോക്ടർ AR മേനോൻ. അപ്പൊ അദ്ദേഹമൊക്കെ എന്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്? വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം, നെയ്യാറിന്റെ തീരത്താണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PSCക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ജനനവും മരണവും പൊതു അവധിയായിട്ടുള്ള നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരുവാണ്. നാണുവാശാൻ, ഗുരുദേവൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്തോമലയിലെ ഗുഹ അറിയപ്പെടുന്നത് പിള്ളത്തടം ഗുഹ എന്നാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. 1903 മെയ് 15. മലയാള വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1078 ഇടവം 2-നാണ് SNDP ഗുരു സ്ഥാപിച്ചത്. 1903 മെയ് 15 1078 ഇടവം 2. SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലമാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനായിരുന്നു ശ്രീനാരായണ ഗുരു. ആദ്യത്തെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു, ഫസ്റ്റ് സെക്രട്ടറി കുമാരനാശൻ. SNDPയുടെ മുഖപത്രം അറിയപ്പെടുന്നത് വിവേകോദയം. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് ഈ വിവേകോദയം. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ചത് 1904. ഇനി ശ്രീനാരായണ ഗുരുവും കുറച്ച് മഹാന്മാരായിട്ടുള്ള വ്യക്തികളും തമ്മിൽ കണ്ടുമുട്ടിയതിനെ കുറിച്ച് PSC സ്ഥിരമായി ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ച് നോക്കാം. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും കണ്ടുമുട്ടിയത് 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. 1882 ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും കണ്ടുമുട്ടിയത് 1891 കായിക്കര വെച്ചാണ്. ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പുവും കണ്ടുമുട്ടിയത് 1895 ബാംഗ്ലൂർ വെച്ചാണ്. ഇനി എപ്പോഴായിരുന്നു ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ മീറ്റ് ചെയ്തത്? 1912 ബാലരാമപുരത്ത് വെച്ചാണ് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ ഉള്ള മീറ്റിംഗ് നടന്നത്. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയത് 1922 ശിവഗിരിയിൽ വെച്ചാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയതും 1925 ശിവഗിരിയിൽ വെച്ചാണ്. ആലുവ സർവമത സമ്മേളനം ശ്രീനാരായണ ഗുരു നടത്തിയത് 1924. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. അദ്ദേഹം സന്ദർശിച്ചത് 1918. 2 പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകം, കോട്ടയം. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ, കരുനാഗപ്പള്ളി. ഇനി ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം പ്രതീക്ഷ നടത്തിയത് 1888 നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ എന്ന കയത്തിൽ നിന്നും സ്വയം മുങ്ങിയെടുത്തൊരു കല്ലാണ് ഗുരു എന്ത് ചെയ്തത്? അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്. അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ജാതിഭേദം, മതദ്വേഷം,
ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇത് എഴുതിയത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിലാണ് ഇങ്ങനെ എഴുതിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖലയാണ് മലബാർ. ക്വസ്റ്റ്യൻ നമ്പർ 36, മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ. ഉപ്പ് സത്യാഗ്രഹത്തിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നോക്കാം. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷമാണ് 1930. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു? പയ്യന്നൂർ, കണ്ണൂരിലെ പയ്യന്നൂരും കോഴിക്കോട്ടിലെ ബേപ്പൂരുമായിരുന്നു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ, കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി. എന്നാൽ കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ മുഹമ്മദ് അബ്ദുറഹ്മാൻ, പി കൃഷ്ണപിള്ള. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദിയായ സ്ഥലമാണ് പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്തവർ എത്ര പേരായിരുന്നു? 32 പേരാണ് പങ്കെടുത്തത്. ഈ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. ഈ ജാഥ പയ്യന്നൂരിലെത്തിയത് 1930 ഏപ്രിൽ 21 എത്തി. 8 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പയ്യന്നൂരിൽ ജാഥ എത്തി. കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനായിരുന്നു. ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉളിയത്ത് കടവ്, പയ്യന്നൂർ. ഉളിയത്ത് കടവ്, പയ്യന്നൂർ. പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹിയാണ് പി സി കുഞ്ഞിരാമൻ അടിയോടി. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ മാർച്ചിങ് ഗാനമായി പങ്കെടുത്തവർ പാടിയ ഗാനമാണ് വരിക വരിക സഹചരേ. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് ആര്? മന്നത്ത് പത്മനാഭൻ. അപ്പോൾ ഇന്ത്യയിലെ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 ആരംഭിച്ച് 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു. വൈക്കം സത്യാഗ്രഹം നടന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കളായിരുന്നു ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ടി കെ മാധവനാണ്. അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് കാക്കിനടം 1923. ഈ പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്തത് ടി കെ മാധവനായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ. ഈ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാണ് മന്നത്ത് പത്മനാഭൻ. ഈ സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. വൈക്കം സത്യാഗ്രഹ സ്മാരകം നിലവിൽ വരുന്ന സ്ഥലമാണ് വൈക്കം. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസമാണ് നീണ്ടുനിന്നത്. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിവേദനം സമർപ്പിച്ചത് മഹാറാണി സേതുലക്ഷ്മി ബായിക്കാണ്.
1928 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുള്ള വിളംബരം പുറപ്പെടുവിച്ചു. ഇതാണ് വൈക്കം സത്യാഗ്രഹം. ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.